അരുൺ, ഓ സോറി സോറി സോറി, ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി. വേണോ നിനക്കിത്? വേണോ? കള്ളന്മാരൊക്കെ ഒന്ന് മോഷ്ടിക്കാൻ നോക്കില്ല കേട്ടോ. പോ പോ. സോറി. പ്രിയപ്പെട്ട ജയ്, നീ കത്ത് വായിക്കുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവും. അർച്ചനയുടെ ക്യാൻസർ അതവളുടെ തലച്ചോറിലേക്ക് പടർന്നു കഴിഞ്ഞു. ഇനി അവൾക്ക് അധികം നാളില്ല എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ഇൻഷുറൻസ് തുക അധിക നാൾ നിന്നില്ല. ഉള്ളതെല്ലാം വിറ്റുപറക്കുകയും ചെയ്തു. അവളെ ഇനിയും പിടിച്ചിരുത്താൻ എനിക്കാകില്ല. അവൾ പോയേ മതിയാകൂ ജയ്. നിനക്കറിയാലോ, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കവളും. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങളുടെ ആ കടമെല്ലാം എങ്ങനെ വിട്ടണമെന്ന് എനിക്കറിയില്ല. യു ഹാവ് ബീൻ എ ട്രൂ ഫ്രണ്ട്. നിനക്ക് ഈ കത്ത് പോസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാമ്പ് വാങ്ങാനുള്ള കാശ് പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ ശരീരത്തോടൊപ്പം അവർക്ക് ഈ കത്ത് കിട്ടും. ആ കത്ത് അവർ നിന്നെ ഏൽപ്പിക്കും. അർച്ചന മരിക്കുന്ന ആ നിമിഷം ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയും. Death is a destination that all of us share. We are just heading there early. See you there, Jay. മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണെന്ന് എനിക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷേ മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ ലൈസൻസിലെ അഡ്രസ്സിലേക്ക് ഞാൻ കുറച്ച് പണം അയക്കുകയാണ്. അധികമൊന്നുമില്ല, എന്നിരുന്നാലും അർച്ചനയ്ക്ക് ഇതുകൊണ്ട് ഏതാനും മണിക്കൂറുകളെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകും. നിങ്ങളുടെ ഈ കത്ത് ജയ് ഒരിക്കലും വായിക്കാൻ ഇടയുണ്ടാകാതിരിക്കട്ടെ എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത്. അതാണ് ഇന്നത്തെ കഥ. എന്തോ തന്നെ ചിരിക്കുന്നേ. ഒരുത്തനെ സഹായിക്കാൻ കിട്ടുന്ന സുഖമേ അതൊരിക്കലെങ്കിലും സഹായിച്ചാലേ കിട്ടും കേട്ടോ. എന്തോ അല്ലേ നിന്റെ കത്തുള്ള കത്ത് കത്ത് എടേ 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 പിടിയടേ പിടി. ഞാൻ ഇന്നലെ സ്റ്റാച്യു ഇല്ലേ അതുവഴി പോവുകയായിരുന്നു.
അളിയ നമ്മൾ ഇരയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ. ആദ്യം അവൻ്റെ ഗെറ്റപ്പ് നോക്കിയിട്ട് കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പേഴ്സ് എവിടെയാണ് വെച്ചേക്കണേന്ന് നോക്കും. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരുത്തനെ അന്ന് എനിക്ക് കിട്ടി. ഇവിടെ ഞാൻ അവൻ്റെ പുറകെ കുറേ നേരം നടന്നു. എന്നിട്ട് നൈസ് ക്വാളിറ്റിയിലെ പേഴ്സ് അങ്ങ് പൊക്കി. അവൻ്റെ പോക്കറ്റിൽ എന്താ ഉണ്ടായിരുന്നത് നിനക്ക് മനസ്സിലാക്കാമല്ലോ. പെടിയടേ, ഇതും കൂടെ അങ്ങ് വായിച്ചു. വല്ലാത്ത പണിയായി പോയല്ലോ. നീ മാത്രമാണ്. ഞാനും ആ ലൈസൻസിൽ കണ്ട അഡ്രസ്സ് വെച്ച് 2000 രൂപ അയച്ചു കൊടുത്തു. ഓർമ്മയുണ്ട? എന്തിന്? അവൻ നമ്മളെക്കാട്ടി പഠിച്ച കളനാണ്. നീ വിട്, ആ കേസേ വിട്.